ഷെയ്ത്താൻ യൂണിവേഴ്സ്. സോ നമ്മുടെ അജയ് ദേവ്ഗന്റെ ഷെയ്ത്താൻ യൂണിവേഴ്സിന്റെ അടുത്ത സിനിമ OTT-യിൽ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇന്നലെ ഒരു ലോഡ് പടങ്ങൾ OTT ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ എന്റെ പ്രയോറിറ്റി ആയിരുന്നു. കാരണം അതൊരു ഹൊറർ പടമാണ്. രണ്ട് ഷെയ്ത്താൻ യൂണിവേഴ്സിൽ വരുന്ന സിനിമ. ഷെയ്ത്താൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിന്റെ ഒറിജിനൽ വേർഷൻ ഞാൻ കണ്ടിട്ടില്ല. ക്വാളിറ്റി വൈസും പെർഫോമൻസ് വെച്ച് കിടിലനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാ വന്നിട്ട് ഇത് എന്തോന്നടെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ തോന്നുക. നമ്മുടെ കജോൾ ചാച്ചി പോയിട്ട് നമ്മുടെ ദേവ്ഗൺ ചാട്ടന്റെ അടുത്ത് പോയിട്ട് അണ്ണന് ബോല ഉണ്ടല്ലോ, എനിക്കൊരു ഫീമെയിൽ വേർഷൻ ഓഫ് ബോല ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടാവും. അണ്ണൻ പറഞ്ഞോ പിന്നെ എന്താ മോളെ നിനക്കില്ലാത്തതോ പറഞ്ഞിട്ട് ഉണ്ടാക്കി പടച്ചു വിട്ടതാണ് സോ ഇത് വന്നിട്ട് നമുക്കൊരു നാരി ശക്തി വേർഷൻ 2.0 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പറഞ്ഞ മഹാകാളിയാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ പോണ ഒരു അമ്മയുടെ കഥ. ക്രിഞ്ച് ഫെസ്റ്റ് ഡയലോഗ്സിന്റെ ഒരു അഭിഷേകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ ആദ്യത്തെ ഏറ്റവും വലിയ ക്രിഞ്ച് ഫെസ്റ്റ് ഡയലോഗ്, അമ്മേ എന്നെ പിശാച്ച് പിടിച്ചോണ്ട് പോവും. ഇല്ല മോളെ, അമ്മ ജീവനോടുള്ളിടത്തോളം നിന്നെ ഒരാൾ തൊടില്ല. ഫ്രഷ് ആണല്ലോ, ഫ്രഷ് ഡയലോഗ്. ആൻഡ് ഇത് നടക്കുന്നത് എന്താണ്, ചന്ദ്രാപൂർ ഛത്തീസ്ഗഡ് ആണ് തോന്നുന്നത്. അവിടെയാണ് കഥ നടക്കുന്നത്. സോ ഒരു ഡീമൺ ഉണ്ട്, പെൺകുട്ടികളെ മാത്രം പിടിച്ചിട്ട് പോകുന്ന ഡീമൺ. ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന കജോൾ ആൻഡ് ഹെർ മെലോഡ്രാമ അൺബെയറബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു കജോൾ ഇപ്പോഴും 1980-70 ജീവിക്കേണ്ടത് തോന്നുന്നു. ഈ ഇടയ്ക്ക് സർസമീൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലും സെയിം സാധനം തന്നെയാണ്. അമ്മേന്ന് വിളിക്കേണ്ട അവിടെ പോയിട്ട് അമ്മ ഇങ്ങനെ എന്തിനാണ് എക്സ്പ്രഷൻ ഇട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ യാത്രക്കാരെ ശ്രദ്ധയ്ക്ക് ജയറാം പറയുന്ന ഡയലോഗാ. അതന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക. വെറുപ്പിക്കുന്നതിന്റെ പീക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഇതില് സ്വന്തം മകളെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് അമ്മ പോയിട്ട് ഡാൻസ് കളിക്കുന്നു. എന്തോന്നടെ ഇതൊക്കെ, ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാട് ഇളകി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിൽ കുറെ പ്രേതങ്ങളുണ്ട്. തട്ടുകടയിൽ വർക്ക് ചെയ്യുന്ന പ്രേതങ്ങളാണ് തോന്നുന്നു. എല്ലാത്തിന്റെ മുഖത്തും കുറെ മൈദമാവും അരിപ്പൊടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വേറെ കുറെ പ്രേതങ്ങൾ ചുമട്ട് തൊഴിലാളികളാണ് തോന്നുന്നു. മറ്റേ കജോളിന്റെ ഡസ്റ്റർ ഒക്കെ എടുത്ത് പൊക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളെ പോലെ നോക്കുകൂലി വേണമെന്നൊന്നും പറയില്ല, നന്നായി പണിയെടുക്കുന്ന പ്രേതങ്ങളാണ്. ആൻഡ് ഇതിൽ കജോളിന് ഒരു കൊച്ചുണ്ട്, ഒരു കുരുത്തം കെട്ട കൊച്ച്. എവിടെ ഒരു ഹൊറർ പടം ഉണ്ടോ അവിടെ ഒരു കുരുത്തം കെട്ട കൊച്ചുണ്ടാവും. കൊച്ചിന്റെ അഭിനയമൊക്കെ നല്ലതായിരുന്നു. ആ കൊച്ചിന് പീരീഡ്സ് എന്താണെന്ന് അറിയാം. 12 വയസ്സുള്ള കൊച്ചിന് പീരീഡ്സ് എന്തിന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, വാലിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ തള്ള പറയണത് കേൾക്കാൻ കൊച്ചിന് വയ്യ. ഇത്രയും പ്രശ്നം നടക്കുന്നുണ്ട്, പ്രേതം വന്ന് പിടിച്ചുകൊണ്ട് പോകും പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും പോകാൻ പാടുള്ളൂ പറഞ്ഞിട്ടും ആ കൊച്ച് തോന്നിയ പോലെ ഇറങ്ങിപ്പോകും. അത് എല്ലാ സിനിമയിലും ഉള്ളതാണ്. സോ ആൻഡ് ഇതിൽ വില്ലനെ പറ്റി പറയണം. ആദ്യത്തെ സീനിൽ അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങേരാണ് ഈ സിനിമയിലെ വില്ലൻ. പിന്നെ ഇതിൽ എന്തോന്നാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സാധനം ഇല്ലാത്തൊരു പടം, എന്തിനിങ്ങനത്തെ ഒരു പടം. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വന്നിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഷെയ്ത്താന്റെ. അത് നൈസ് സാധനമായിരുന്നു. എഗെയിൻ അതും ഒരു AI ജനറേറ്റഡ് സാധനം പോലെയാണ് തോന്നിയത്. ഇതിലൊരു കളർ ഗ്രേഡിംഗ് ഉണ്ട്, ഇടയ്ക്ക് വന്നിട്ട് ബ്ലൂ ഇടയ്ക്ക് റെഡ്. അത് മാത്രം കൊള്ളായിരുന്നു. വേറെ ഒന്നുമില്ല ഈ സാധനത്തില്. എന്നാൽ എന്തെങ്കിലും പേടിപ്പിക്കുക അതുമില്ല. എന്നാൽ ബ്ലാക്ക് മാജിക് എന്തെങ്കിലും കൊണ്ടുവരാ അതുമില്ല. നമ്മൾ ഷെയ്ത്താൻ നോക്കുമ്പോൾ ഫ്രം ദ ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് അത്യാവശ്യം നല്ല ത്രിൽ അടിച്ച് കണ്ട പടമാണ്. ആൻഡ് ഇവൺ അവരുടെ പെർഫോമൻസ് വരെ കിടിലനായിരുന്നു. ജ്യോതികയുടെ ആയാലും മാധവന്റെ ആയാലും അജയ് ദേവ്ഗന്റെ ആയാലും. ഇതില് പക്ഷെ അക്കട മറ്റേ മെലോഡ്രാമയുടെ കുത്തൊഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സീനിലും ഉണ്ട്. എവിടെ ഇമോഷണൽ സീൻ ഉണ്ടോ കജോള് ചേച്ചി ഒരു ലോഡ് മേക്കപ്പും 10 ലോഡ് ലിപ്സ്റ്റിക്കും ഇട്ട് വന്ന് അങ്ങോട്ട് കരയാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചിരിയാണ് വരുന്നത്. സോ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ അധപതനത്തിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാനുണ്ട് കജോളാണ്. ഭയങ്കര ബോറാ. ആളിപ്പോഴും 1980s ജീവിക്കുന്നത് തോന്നുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ദാറ്റ് വാസ് റിയലി നൈസ്. റാദർ ദാൻ ദാറ്റ് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ചിലർക്ക് ഇത് ഭയങ്കര കിടുവായിട്ട് തോന്നുമായിരിക്കും. സോ ട്രൈ ടു